നമസ്കാരം. കാവ്യവസന്തം ചമച്ച് മാമ്പഴത്തിന്റെ പുതിയൊരു അധ്യായം ഇവിടെ ആരംഭിക്കുന്നു. കവിതയെ സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മാമ്പഴത്തിന്റെ ഈ അധ്യായത്തിലേക്ക് സുസ്വാഗതം. ഈ അധ്യായത്തിലെ ആദ്യ മത്സരാർത്ഥികളെ സ്വാഗതം ചെയ്യാം. യുദ്ധം എന്ന വിഷയത്തിൽ കവിത ചൊല്ലാൻ എത്തുന്നു ഗൗരി ശാംഭവി. ഗൗരി ശാംഭവി, ഏതൊക്കെ യുദ്ധ കവിതകളാണ് നിങ്ങൾ ഇവിടെ ചൊല്ലാൻ പോകുന്നത്? എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ടിലെ ഭീമദുശാസന യുദ്ധമാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. രാമായണം 24 വൃത്തത്തിൽ നിന്നും രാമരാവണ യുദ്ധം. എല്ലാ ആവേശത്തോടുകൂടി ഇരുവർക്കും ചൊല്ലാൻ സാധിക്കട്ടെ. കൊടുത്തുകൊള്ളാതെ കഴിപ്പാൻ നോക്കിയും തടുത്തു വാങ്ങിയും അടുത്തു തൂങ്ങിയും അടിച്ചരന്യോന്യം നടുന്ന പിന്നെയും കൊടുത്തുകൊള്ളുവാൻ പഴുതു നോക്കിയും കൊടുത്തുകൊള്ളാതെ കഴിപ്പാൻ നോക്കിയും തടുത്തു വാങ്ങിയും അടുത്തു തൂങ്ങിയും കടിച്ചു മുഷ്ടികൾ ചുരുട്ടി കുത്തിയും പൊടിച്ചൊഴികിനാൻ രുധിരം കൈകൊണ്ടു വടിച്ചു വീട്ടിയും പിടികളിൽ ചോര തുടച്ചു മുഷ്ടി കൊണ്ടിടിച്ചു പല്ലുകൾ കടിച്ചു മൂഴിയിൽ പതിച്ചും അപ്പോഴേ തിരിച്ചു കമ്പം കെട്ടിയും ചരണങ്ങൾ ഞെരിച്ചും കൈത്തലം ധരിച്ചുമാകുലാൽ പറിച്ചു മൂക്കൊടു തലമുടി ചോര ധരിച്ചു നാലു ദിക്കിലും ചിതറിയും ഭയം വരുമാറു കലഹിക്കും നേരം ജയം വരും ദുശാസനെന്നു ചിലർ, ജയം വരും മൃഗോദരനെന്നു ചിലർ, ജയം വരും ദുശാസനെന്നു ചിലർ, ജയം വരും മൃഗോദരനെന്നു ചിലർ. മുപ്പാരിടത്തെ പൊരിപ്പാൻ തുടങ്ങും കൽപ്പാന്തകാലോകമാനൻ സരോഷം വിൽപ്പാടടുത്തിട്ടു യുദ്ധം തുടങ്ങി ദർപ്പാതിരേകേണ ശ്രീരാമ രാമ. കാറ്റിന്നു ശൈലം തമസ്സിന്നു സൂര്യൻ ചെന്തിക്കു വന്മാരി തീർത്ഥസ്ത്രനാശം പാമ്പിന്നു നാഗാരി യുദ്ധേ ഭവിച്ചു വിശ്വൈക സാക്ഷിക്കു ശ്രീരാമ രാമ. പത്രിപ്രയോഗേന രക്ഷോധിപന്റെ വക്രങ്ങളറ്റു വീഴുന്ന നേരം വക്രം തദീയങ്ങൾ ഭൂയോ മുളച്ചു വക്രം മുറിച്ചും ശ്രീരാമ രാമ.
ശാംഭവി, ഗൗരി നന്ദന, യുദ്ധത്തിന്റെ ആ ഒരു ശോണിമ നിങ്ങളുടെ വേഷധാരണത്തിലുണ്ട്. അത് കവിതയിലും അതിന്റെ ആ ആവേശവും ചടുലതയൊക്കെ കൊണ്ടുവരാൻ സാധിച്ചോ എന്ന് നമുക്ക് വിധികർത്താക്കളോട് തന്നെ ചോദിക്കാം. ലീലാകൃഷ്ണൻ സർ. ഗൗരി നന്ദന, ശാംഭവി, ഗംഭീരമായിട്ട് ഈ യുദ്ധ വർണ്ണന, രണ്ട് യുദ്ധവർണ്ണനയും മനോഹരമായിട്ട് ആലപിച്ചു രണ്ടുപേരും. എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ടിൽ ഭീമ ദുര്യോധനന്മാർ തമ്മിലുള്ള യുദ്ധമാണ്, അത് ദുശാസനന്മാർ തമ്മിലുള്ള യുദ്ധമാണ്. മറ്റത് ശ്രീരാമ രാവണന്മാർ തമ്മിലുള്ള യുദ്ധമാണ്. രണ്ട് യുദ്ധവും രണ്ടു തരത്തിൽ പ്രധാനമാണ്. പക്ഷേ ഈ 24 വൃത്തത്തിൽ അത് വളരെ, രാമായണ 24 വൃത്തത്തിന്റെ സ്വഭാവം വളരെ ചുരുക്കിയാണ് പറയുന്നത് അല്ലെ. രാവണ യുദ്ധം കുറഞ്ഞ വരികളിൽ, എല്ലായിടത്തും അങ്ങനെയാണ്. താതം മദീയം മരിപ്പിപ്പതിനും രാമം വനത്തിന് അയപ്പിപ്പതിനും മംഗല്യസൂത്രം പരിപ്പാനുമാളായ യശാ മഹാഭാവി ശ്രീരാമ രാമ. ആ രാമായണ വനവാസത്തിന് പോകുന്ന കഥ 4 വരിയിൽ ചുരുക്കിയതുപോലെ രാമരാവണ യുദ്ധം വളരെ വളരെ ചുരുങ്ങിയ, ആ ഓരോ തലയും ഭൂമിയിൽ വീഴുമ്പോൾ മുളയ്ക്കുന്നതും അത് വീണ്ടും മുറിച്ചു കളയുന്നതും കാളികൂളികൾ രക്തവും തലച്ചോറും തിന്ന് ആർത്ത് അതൊക്കെ ഒരു ചിത്രമാണ്, മനോഹരമായിട്ടുള്ള ചിത്രമാണ്. 24 വൃത്തത്തിലെ മനോഹര വർണ്ണനയും. അപ്പുറത്ത് ശരിക്കും എഴുത്തച്ഛന് യുദ്ധം പഠിച്ചതുപോലെയാണ് തോന്നുക. എഴുത്തച്ഛന് ഈ യുദ്ധത്തിന്റെ തന്ത്രങ്ങളൊക്കെ പഠിച്ചതുപോലെയാണ് ഭീമ ദുശാസന യുദ്ധത്തിന്റെ വർണ്ണന. ഈ രണ്ടും അതിന്റെ സൗന്ദര്യവും അതിന്റെ ചടുലതയും ആ യുദ്ധമാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള വാക്കുകൾ കൊണ്ടുള്ള വിന്യാസ രീതിയും രണ്ടുപേരും നന്നായിട്ട് ഒപ്പത്തിനൊപ്പം കട്ടയ്ക്ക് കട്ട അല്ലെ മനോഹരമായിട്ട് ചൊല്ലി അഭിനന്ദനം. നന്ദി സർ. മുരുകൻ സർ. രണ്ടുപേരും മനോഹരമായി ആലപിച്ചു. നന്ദി സർ. യുദ്ധത്തിന്റെ ഒരു പ്രതീതി ഉളവാക്കി, അതിന്റെ ഭീകരത എന്താണെന്ന് തിരിച്ചറിയുന്ന രീതിയിൽ അല്ലേ. ഇറ്റിറ്റ് വീഴുന്ന രക്തവും തെറിച്ചു വീഴുന്ന തലച്ചോറും തിന്നാൻ നിൽക്കുന്ന ഒരു കാലമാണ്. ഇപ്പോഴും അത് തന്നെയാണ്. ഒരു കമ്പോളം അതിനുവേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെ വളർന്നു വലുതാവുക എന്ന ലക്ഷ്യത്തോടു കൂടി യുദ്ധം സംഭവിക്കുന്നു. നമ്മളൊക്കെ, നിങ്ങളും നമ്മുടെ തലമുറയെല്ലാം ഭാഗ്യവാന്മാരാണ്. നമ്മളാരും യുദ്ധത്തിൻ്റെ ഒരു കെടുതിയും ഇതുവരെ അനുഭവിച്ചിട്ടില്ല. പലായനങ്ങളുടെ വേദന അനുഭവിച്ചിട്ടേ ഇല്ല. അതനുഭവിക്കുന്ന അമ്മമാരും കുഞ്ഞുങ്ങളും ഇപ്പോഴും ഉണ്ട്. അപ്പോഴും ഈ യുദ്ധത്തിൽ നടക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്, ഈ അങ്ങനെ ഒരു പോർക്കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് അവിടെ വിജയിക്കുക എന്നതിന് വേണ്ടി മാത്രം നടക്കുന്ന പ്രവർത്തനങ്ങളാണ്. അതിലുണ്ടാകുന്ന ഭീകരതകൾ എന്തെല്ലാം എന്ന തിരിച്ചറിവ് മനോഹരമായി ആവിഷ്കരിക്കുന്ന ഭാഗം നിങ്ങൾ രണ്ടാളും തിരഞ്ഞെടുത്തു. അത് നല്ല ഭംഗിയായി നിങ്ങൾ ഇവിടെ ചെയ്യുകയും ചെയ്തു. ശാംഭവി കവിത അവതരിപ്പിക്കുമ്പോൾ ഈ കണ്ണിൻ്റെ വിന്യാസങ്ങളിലൂടെ ആ ഒരു ഭീകരമായ അവസ്ഥയെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗൗരി കൈയും കാലും ഒക്കെ മനോഹരമായി എടുത്ത് പ്രയോഗിക്കുന്നുണ്ട്. ഗൗരി എപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും നിങ്ങൾ രണ്ടാളും മനോഹരമായി ആലപിച്ചു. ആശംസകൾ. നന്ദി സർ. നമുക്ക് ഈ രണ്ട് പോരാളികൾക്ക് എത്ര മാർക്ക് ലഭിച്ചു എന്നറിയാം. ലീലാകൃഷ്ണൻ സർ. രണ്ടുപേരും നന്നായി ചൊല്ലി. രണ്ടുപേർക്കും ഞാൻ 50-ൽ 49. നന്ദി സർ. മുരുകൻ സർ. തീർച്ചയായും ഞാനും കുറയ്ക്കുന്നില്ല. രണ്ടാൾക്കും 50-ന് 49. നന്ദി സർ. 100-ൽ 98 മാർക്കാണ് ശാംഭവിക്കും ഗൗരി നന്ദനയ്ക്കും യുദ്ധകവിതകൾ ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ലഭിച്ചത്. അപ്പൊ ഇനി യുദ്ധമൊന്നും വേണ്ട. വളരെ സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഇനിയും ഒരുപാട് കവിതകൾ ഈ വേദിയിൽ ചൊല്ലാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.